സുപ്രധാന വാർത്ത. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എ ബദറുദ്ദീനെതിരെ പ്രതിഷേധവുമായി അഭിഭാഷകർ. ജഡ്ജി വനിതാ അഭിഭാഷകയെ അപമാനിച്ചെന്നും തുറന്ന കോടതിയിൽ ജഡ്ജി മാപ്പ് പറയണമെന്നും പ്രതിഷേധക്കാർ. വിവരങ്ങളുമായി സനു കെ സജീവ് ചേരുന്നു. സനു, സമീപകാലത്ത് ഹൈക്കോടതിയിൽ നിന്ന് വന്ന പല വിധികളിലും ഒപ്പം കേട്ടൊരു പേരാണ് ഈ ജസ്റ്റിസ് എ ബദറുദ്ദീൻ എന്ന് പറയുന്നത്. എന്താണ് സംഭവം? കാളിദാസ്, കേരള ഹൈക്കോടതി മുറിയിൽ ഒരു അസാധാരണ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത നിലയിലുള്ള ഒരു പ്രതിഷേധമാണ് കേരള ഹൈക്കോടതിയിൽ അല്പം മുമ്പ് നടന്നത്. ജസ്റ്റിസ് എ ബദറുദ്ദീനെതിരെയാണ് അഭിഭാഷകരുടെ പ്രതിഷേധമുണ്ടായത്. അതായത് വനിതാ അഭിഭാഷകയെ അപമാനിക്കും വിധം സംസാരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അഭിഭാഷകർ കോടതി മുറിക്കുള്ളിൽ വലിയ പ്രതിഷേധം ഉയർത്തിയത്. അതായത് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത്. ജസ്റ്റിസ് ബദറുദ്ദീൻ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അഭിഭാഷക അസോസിയേഷൻ ജനറൽ ബോഡി യോഗം ചേർന്ന് നടപടികൾ ബഹിഷ്കരിക്കും, അതായത് കോടതി നടപടികൾ ബഹിഷ്കരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് അഭിഭാഷകയുടെ ഭർത്താവ് മരിച്ച സാഹചര്യത്തിൽ കേസ് നടത്തിപ്പിന് സാവകാശം ചോദിച്ചതിനാണ് ബദറുദ്ദീൻ ഈ വനിതാ അഭിഭാഷകയോട് മോശമായി സംസാരിച്ചത്. വനിതാ അഭിഭാഷക കോടതി മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് വന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ ഒരു സംഭവത്തില് തുറന്ന കോടതിയിൽ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കോടതി നടപടികളുമായിട്ട് സഹകരിക്കില്ല എന്ന് അഭിഭാഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചേംബറിൽ വെച്ച് മാപ്പ് പറയാമെന്ന് ജസ്റ്റിസ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് പോരാ, തുറന്ന കോടതിയിൽ മാപ്പ് പറയണമെന്ന നിലപാടിലാണ് അഭിഭാഷകർ ഉറച്ചു നിൽക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളെ കുറിച്ച് പഠിക്കാൻ, അതായത് കോടതി മുറിക്കുള്ളിലെ വനിതാ അഭിഭാഷകയോട് മോശമായി പെരുമാറിയ നടപടികൾ എന്തൊക്കെയാണെന്ന് പഠിക്കുന്നതിന് വേണ്ടി അഭിഭാഷകരോട് സാവകാശം ചീഫ് ജസ്റ്റിസ് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം പ്രതികരിക്കാമെന്നുള്ള നിലപാടിലാണ് അദ്ദേഹം ഉള്ളത്. എന്തായാലും ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ പ്രതിഷേധമൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ബദറുദ്ദീന്റെ കോടതിയിൽ ബഹിഷ്കരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പും അഭിഭാഷകർ നൽകിയിട്ടുണ്ട്. കാളിദാസ്.